ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചായക്കടയിലെ പൊക്കവട എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. ഉള്ളിവട എന്നൊക്കെ പറയില്ലേ, ആ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. സവാള ഇങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ, തിന്നായിട്ട്. അപ്പം തന്നെ അതിലേക്ക് ക്രിസ്പി ആയിട്ടും നല്ല സോഫ്റ്റായിട്ടും വരുള്ളൂ. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, ഞാൻ കട്ട് ചെയ്യണത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അത് കട്ട് ചെയ്യണത് കേട്ടോ. ഇങ്ങനെ ഈ മെത്തേഡിൽ വേണം കട്ട് ചെയ്യാൻ. ഇനി ഇതിലോട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം കേട്ടോ. 3 സവാള ഞാൻ തിന്നായിട്ട് അരിഞ്ഞു കേട്ടോ. ഇനി അതിൽ എന്തൊക്കെയാണ് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഒരു പച്ചമുളക് എടുക്കുക, അത് കുനുകുനാ നുറുക്കുക കേട്ടോ. പച്ചമുളക് 1 or 2 ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ, കുഴപ്പമില്ല. പിന്നെ മല്ലിയില അതുപോലെ ചെറുതായി കട്ട് ചെയ്യുക കേട്ടോ. അതിന് ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് അരപ്പൊട്ട് ഇഞ്ചി കുനുകുന അരിഞ്ഞതാണ് വേണ്ടത്. അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ഇടുക കേട്ടോ. പിന്നീട് വേണ്ടത് മൈദയാണ്. അത് 3 വലിയ സ്പൂണ് അതിലോട്ട് ചേർക്കുക. പിന്നെ കടലമാവ് 1 ബൗള് അതിലോട്ട് ചേർക്കുക കേട്ടോ. പിന്നെ ഇതിൽ മെയിൻ താരം നമ്മുടെ ആട്ടിയ മാവാണ്. അതും അങ്ങോട്ട് ഒരു 3 സ്പൂണ് ചേർക്കുക. ഇനി നമുക്ക് പൊടി ഐറ്റംസിലേക്ക് പോവാം. മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി കുഞ്ഞ് സ്പൂണാണ് എൻ്റെ, അതുകൊണ്ട് 2 സ്പൂൺ ഇട്ടു. നിങ്ങൾ 1 സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. പിന്നെ കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ കേട്ടോ. പിന്നെ സോഡാപ്പൊടി കുറച്ച് പാകത്തിനിടുക. അതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും പാകത്തിന് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായി പ്രസ് ചെയ്ത് മിക്സ് ചെയ്യുക. നന്നായി പ്രസ് ചെയ്ത് മിക്സ് ചെയ്യണം. എന്നിട്ട് എന്താ നമുക്ക് ചെയ്യേണ്ടത് അറിയോ? അതിനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വിടാം. റെസ്റ്റ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാം കേട്ടോ.
ഞാൻ 1 പാക്കറ്റ് പാലിൽ നിന്ന് അരപ്പാൽ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു. എന്നിട്ട് അങ്ങോട്ട് തിളയ്ക്കട്ടെ. എന്നിട്ട് ചായ ഒന്ന് റെഡി ആവട്ടെ കേട്ടോ. ചൂടായ എണ്ണയിലേക്ക് ഇനി നമ്മൾ പൊക്കവട ഉണ്ടാക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം ഓരോ സ്പൂണ് വീതം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായി ഒന്ന് അത് മൊരിയട്ടെ. നന്നായി മൊരിഞ്ഞു വന്നു. ഇനി നമുക്ക് എടുത്തു കോരാം. ഇനി അടുത്ത റൗണ്ടും ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ പക്കോട റെഡി ആയിരിക്കുന്നു. ഇതാ ഞാൻ തുണ്ടാക്കി കാണിക്കാം. ഇതാ നോക്കിക്കോളൂ, നല്ല സോഫ്റ്റായി വന്നിട്ടില്ലേ? നല്ല ക്രിസ്പിയായി സോഫ്റ്റായിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. നല്ല കഴിക്കാൻ നല്ല സുഖം ഉണ്ടാവും. എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ.